രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഏതൊരമ്മയും ആഗ്രഹിക്കുക ആ മക്കൾ സുഖമായി കഴിയണം എന്നാണ്. ഭൂമിദേവി എന്ന ആ അമ്മ ദുഃഖത്തോടുകൂടി കാണുന്നു തൻ്റെ മക്കളെ ഇവിടെ വേദനിപ്പിക്കുന്നു. ആര്? തൻ്റെ സന്താനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കുന്ന രാവണൻ അയാളുടെ സുഹൃത്തുക്കളോടൊപ്പം അവരും തൻ്റെ സന്താനങ്ങൾ തന്നെ തൻ്റെ മറ്റെല്ലാ സന്താനങ്ങളെയും പരിധിയില്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നു. അങ്ങനെ അവരെല്ലാം കരയുമ്പോൾ അമ്മയായിരിക്കുന്ന ഭൂമിദേവിക്ക് അത് സഹിക്കില്ല. ദേവി നേരെ ദേവന്മാരുടെ സമീപത്ത് സൂക്ഷ്മരൂപം ധരിച്ച് ചെന്നു. ഗോരൂപം ധരിച്ച് പ്രകാശരൂപിണിയായി അത്യന്ത സൂക്ഷ്മ ശരീരണിയായി ദേവന്മാരുടെ മുന്നിൽ ചെന്നു. ദേവലോകത്ത് ചെന്ന് അവരെ കാണുന്നു. ദേവന്മാരോട് പറഞ്ഞു. പക്ഷെ ദേവന്മാരും രാവണനിൽ ഭീതിയുള്ളവരാണ്. ഇന്ദ്രനെ പോലും രാവണന്റെ പുത്രൻ തടവിലിട്ടു. അതുകൊണ്ട് ദേവന്മാർ പറഞ്ഞു, നമുക്ക് ബ്രഹ്മാവിനെ കാണാം. ദേവന്മാര് ഭൂമിദേവിയും കൂട്ടിക്കൊണ്ട് ബ്രഹ്മാവിന്റെ സമീപത്ത് പോയി. ബ്രഹ്മാവിനോട് ഉണർത്തിച്ചു ഈ ദുസ്തുതിയൊക്കെ. ബ്രഹ്മാവിനെ അത് അറിയായികയല്ല. പക്ഷേ അദ്ദേഹം രാവണന്റെ തപസ്സുകൊണ്ട് രാവണന് വലിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ രാവണൻ ദുരുപയോഗം ചെയ്യുന്നു. എന്തു ചെയ്യും? അപ്പോൾ ഇനി മഹാദേവനെ തന്നെ കാണാം. എല്ലാവരും ചേർന്ന് മഹാദേവന്റെ സമീപത്ത് പോയി. മഹാദേവൻ അവരോട് പറഞ്ഞു, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പാലാഴിയുടെ തീരത്ത് ചെന്ന് ശ്രദ്ധാപൂർവമായിട്ട് അദ്ദേഹത്തെ ഉപാസിക്കാം. അങ്ങനെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ അവരെല്ലാം പാലാഴിയുടെ തീരത്ത് ചെന്നു. എല്ലാവരും ഭഗവാനെ ധ്യാനിക്കുകയാണ്. ഭഗവാന്റെ നാമമന്ത്രം ചൊല്ലുകയാണ്. ബ്രഹ്മാവ് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഭഗവാനെ തന്റെ ഉള്ളിൽ സങ്കൽപ്പിച്ച് ഭഗവാൻ തനിക്ക് പ്രത്യക്ഷനായി തീരണം എന്ന് ആഗ്രഹിച്ച് അദ്ദേഹത്തെ പുരുഷ സൂക്തം കൊണ്ട് സ്തുതിച്ച് ആ സ്തുതി കർമ്മത്തിന്റെ പൂർണ്ണതയിൽ അതിൽ ലയിച്ച് ഇരിക്കുകയായിരുന്നു. പുരുഷ സൂക്തം ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണ്. ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും അഥർവേദത്തിലും പുരുഷ സൂക്തമുണ്ട്. അത് തന്നെ അതിന്റെ പ്രാധാന്യത്തെ കാണിക്കുന്നു. ബ്രഹ്മാവ് ശ്രദ്ധയോടുകൂടി പുരുഷ സൂക്തം കൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണുവിനെ സ്തുതിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചപ്പോൾ അദ്ദേഹം ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചു. മനോഹരമായിരിക്കുന്ന വിഷ്ണുരൂപം, ഭഗവത് രൂപം മനോഹരം ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചു. എങ്ങനെ? ചന്ദ്രിക മന്ദസ്മിത സുന്ദരാനന പൂർണ്ണ ചന്ദ്രമണ്ഡലം അരവിന്ദലോചനം ദേവം. അദ്ദേഹത്തിന്റെ മന്ദസ്മിതം, ആരെയും കൊതിപ്പിക്കുന്നതായ മൃദുലമായ പുഞ്ചിരി, അത് ചന്ദ്രിക പോലെ വളരെയേറെ മനോഹരം, ആരെയും ആകർഷിക്കുന്നത്. ആ മനോഹരമായ പുഞ്ചിരിയാൽ സുന്ദരമായി തീർന്നിരിക്കുന്ന മുഖത്തോടു കൂടിയവനായിട്ടാണ് മഹാവിഷ്ണു ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നത്. പിന്നെയോ പൂർണ്ണ ചന്ദ്രമണ്ഡലം, അദ്ദേഹത്തിന്റെ ആനനം, മഹാവിഷ്ണുവിന്റെ ആനനം മുഖം, അത് പൂർണ്ണ ചന്ദ്രമണ്ഡലമാണ്.
വെളുത്തോനാളിലെ ചന്ദ്രൻ, 16 കലകളും തികഞ്ഞവനായ ചന്ദ്രൻ, ആകൃതിയുടെ പൂർണ്ണത, പ്രകാശത്തിന്റെ പൂർണ്ണത, അതേപോലെ കാന്തിയുടെ പൂർണ്ണത എല്ലാം അവിടെ അർത്ഥമാക്കപ്പെട്ടിരിക്കുന്നു. ആ പ്രകാരത്തിലുള്ള ചന്ദ്രനെപ്പോലെ ശോഭിക്കുന്ന മുഖത്തോടു കൂടിയവനായിട്ട് അരവിന്ദലോചനം ദേവം, ആ ദേവൻ താമരപ്പൂവിന്റെ ഇതളിന്റെ ആകൃതിയുള്ള കണ്ണോടുകൂടിയവനാണ്. അങ്ങനെയുള്ള ആ ദേവനെ ശ്രീവത്സം അണിഞ്ഞ മാറിടത്തോടു കൂടിയവനായിട്ട് മേരുസന്നിഭമായ മഹാമേരു പോലെ സ്വർണവർണം കൊണ്ട് അത്യന്തം ആകർഷകമായിരിക്കുന്ന കിരീടത്തോടു കൂടിയവനായിട്ട്, മകരകുണ്ടലങ്ങളോട് കൂടിയവനായിട്ട്, മാറൽ ഹാരങ്ങൾ അണിഞ്ഞവനായിട്ട്, കൈവളയും തോൾവളയും ഒക്കെ അണിഞ്ഞവനായിട്ട്, ഇങ്ങനെ മഞ്ഞപ്പട്ടുടുത്ത് നീലിമയാർന്ന ശരീരശോഭയോടുകൂടിയവനായിട്ട്, സരസീരുഹഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. അങ്ങനെയുള്ള മഹാവിഷ്ണു എപ്പോഴാണോ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രകാശിച്ചത്, അപ്പോൾ ആ മഹാവിഷ്ണുവിനെ കണ്ട്, ആ മഹാവിഷ്ണുവിനെ വന്ദിച്ച് അദ്ദേഹത്തെ സരസപദങ്ങളാൽ, വളരെ മധുരങ്ങളായിരിക്കുന്ന വാക്കുകൾ കൊണ്ട്, താമരപ്പൂവിൽ ജനിച്ചവനായ ബ്രഹ്മാവ് സ്ഫുടമായ വാക്കുകളോട് കൂടിയവനായിട്ട് ആ മഹാവിഷ്ണുവിനെ സ്തുതിക്കാനായി തുടങ്ങി. വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. അങ്ങയ്ക്ക് എന്നും നമസ്കാരം, എപ്പോഴും നമസ്കാരം. ഈ വിശ്വത്തെ സൃഷ്ടിക്കുന്നതങ്ങാണ്, ഈ വിശ്വത്തെ രക്ഷിക്കുന്നതങ്ങാണ്, ഈ വിശ്വത്തെ സംഹരിക്കുന്നതും അങ്ങാണ്. അങ്ങ് വിശ്വത്തിന്റെ നായകനാണ്, വിശ്വത്തെ മുഴുവൻ പോഷിപ്പിക്കുന്നവനാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്കായിക്കൊണ്ട് എന്റെ നമസ്കാരം, വിനീതമായ നമസ്കാരം. ഭഗവാനെ ഈ പ്രകാരത്തിൽ ഭക്തിയോടുകൂടി സ്തുതിച്ചു ബ്രഹ്മാവ്. സുദീർഘമാണ് ആ സ്തുതി. രാമായണത്തിൽ നേരിട്ട് അത് കാണുവാനായി സാധിക്കും. എന്നിട്ട് ഭഗവാനോട് പറയുകയാണല്ലോ, ഭഗവാനെ, അങ്ങയ്ക്ക് അറിഞ്ഞുകൂടാത്തതായിട്ട് ഈ ജഗത്തിൽ യാതൊന്നും തന്നെയില്ല. അങ്ങ് എല്ലാറ്റിൻ്റെയും ഉള്ളിൽ വിളങ്ങുന്നു, പുറമേയും വിളങ്ങുന്നു. എല്ലാം അങ്ങയ്ക്കറിയാം. എന്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു, എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ഇങ്ങനെ ഭക്തിയോടുകൂടി സ്തുതിക്കുന്നു, എല്ലാം അങ്ങയ്ക്കറിയാം. എങ്കിലും അങ്ങ് ഞങ്ങളോട് ചോദിച്ചു എന്താണ് ഇവിടെ വന്നത് എന്ന്. അത് ഞങ്ങളോടുള്ള കാരുണ്യത്താലുള്ള ചോദ്യമാണ്. അക്കാര്യം അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് ഭഗവാനോട് പറയാണ്, പൗലസ്ത്യ തനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചതു മിക്കതും ജഗൽപതേ. അല്ലയോ ലോകത്തിന് മുഴുവൻ ഈശ്വരനായിരിക്കുന്ന ഭഗവാനെ, പുലസ്ത്യന്റെ പുത്രന്റെ പുത്രൻ, പുലസ്ത്യന്റെ പുത്രൻ വിശ്രവസ്, വിശ്രവസ്തന്റെ പുത്രൻ രാവണൻ. അങ്ങനെ പൗലസ്ത്യ തനയനായിരിക്കുന്ന ആ രാവണനാൽ ഈ 3 ലോകങ്ങളും ഇപ്പോൾ നശിച്ചതിന് തുല്യമായി. ഞാനാണ് വരം കൊടുത്തത്. മദ്ദത്ത വരബല ദർപ്പിതനായിട്ട്, മദ്ദത്തം എന്നാൽ നൽകപ്പെട്ട വരബലങ്ങൾ, അത് ലോക കല്യാണത്തിന് വേണ്ടി വിനിയോഗിക്കാനുള്ള വരബലങ്ങളാണ്. പക്ഷേ അവൻ അതിൽ ദർപ്പിതനായിട്ട് അഹങ്കരിച്ചിട്ട് അവന്റെ കേമത്വം ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി ആ വരബലങ്ങളുടെ പിൻബലത്തിൽ അവൻ ലോകത്തെ മുഴുവൻ ഉപദ്രവിക്കുന്നു. ലോകപാലന്മാര് പ്രപഞ്ചത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാവണനെ തടയാൻ മുന്നോട്ട് വന്നു. പക്ഷേ അവരെല്ലാം ഓടിച്ചു വിട്ടു. അങ്ങനെ ലോകം മുഴുവൻ ഈ രാവണന്റെ ഏകഛത്രാധിപത്യത്തിൽ ഒതുങ്ങി. അതിനാലല്ലയോ ഭഗവാനെ, ഈ ലോകത്തെ രക്ഷിക്കണം. യജ്ഞങ്ങൾ മുടങ്ങി, ഋഷിമാരുടെ തപസ്സിനെ അവൻ മുടക്കുന്നു.
അതുകൊണ്ട് ലോകത്തെ ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിന്തിരുവടി തന്നെ മർത്യനായി പിറന്ന് ഇനി പങ്ക്തിഗന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ. അങ്ങ് തന്നെ മർത്യനായിട്ട് മനുഷ്യനായിട്ട് ഭൂമിയിൽ പിറക്കണം. വേറെ ആർക്കും ഈ രാവണനെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല, രാവണനെ തോൽപ്പിക്കാനും സാധ്യമല്ല. ഈ ലോകത്തിലുള്ള എല്ലാ ദേവന്മാരും രാവണന്റെ മുമ്പിൽ തോറ്റുപോയി. കാലനെ പോലും ജയിച്ചവനാണ് രാവണൻ. അങ്ങയ്ക്ക് മാത്രമേ രാവണന്റെ അതിക്രമങ്ങളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനാവുള്ളൂ. അതിനുവേണ്ടിയിട്ട് അങ്ങ് മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിക്കണം, മനുഷ്യരൂപത്തിൽ അവതരിക്കണം. എങ്കിൽ മാത്രമേ രാവണ സംഹാരം പറ്റൂ. അങ്ങനെ നിന്തിരുവടി തന്നെ മർത്യനായി പിറന്ന ഇനി എന്തു വേണം? പങ്ക്തിഗന്ധരനെ, രാവണനെ അങ്ങ് തന്നെ സംഹരിക്കണം എന്ന് ബ്രഹ്മാവ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അത് കേട്ടപ്പോഴേക്കും പത്മലോചനൻ ചിരിച്ച് അരുളി ചെയ്താനേവം. താമരപ്പൂവിന്റെ ആകൃതിയുള്ള കണ്ണോടുകൂടിയവൻ പത്മലോചനൻ. അദ്ദേഹം ചെറുപുഞ്ചിരിയിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഭൂമിദേവിയും ദേവന്മാരും ബ്രഹ്മാവും മഹാദേവനും ഒക്കെ അവിടെ വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അവർ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു പലാഴിയിൽ, ആ അനന്തൻ എന്നുള്ള തൽപ്പത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹം ചെറുതായിട്ടൊന്ന് ചിരിച്ചത്. അത് ഈ ദേവാദികളോടുള്ളതായ സ്നേഹ വാത്സല്യങ്ങളുടെ പ്രകടനം കൂടിയാണ്. ശ്രീരാമചന്ദ്രനായിട്ട് താൻ അവതരിക്കാൻ പോകുന്ന കാര്യം അവരെ അറിയിക്കാമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, മഹാവിഷ്ണു പറഞ്ഞു, നിർഗുണ നിരാകാര ബ്രഹ്മം സഗുണസാകാരമായി വൈഷ്ണവ രൂപത്തില് ദേവാദികളുടെ ബ്രഹ്മാവിന്റെ മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞു, കശ്യപൻ ദശരഥനാമന രാജന്യേന്ദ്രനായി കാശ്യപീതലേ തിഷ്ഠതി അധുനാ വിധാതാവേ. അല്ലയോ ബ്രഹ്മാവേ, ഇപ്പോ ഈ ഭൂമിയില് ദശരഥൻ എന്ന് പേരായിട്ട് സൂര്യവംശത്തിൽ രാജാവുണ്ട്. അദ്ദേഹം ആരെന്നറിയൂ? കശ്യപൻ കൈക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ജന്മമാണ് എന്നറിയണം. കശ്യപൻ ഭൂമിയിൽ ദശരഥനായിട്ട് ജനിച്ചു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പത്നിയും ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്, കൗസല്യായിട്ട്. അങ്ങനെ കാശ്യപിയില് ഈ ഭൂമിയുടെ മണ്ഡലത്തില് ദശരഥൻ ഇപ്പോൾ നാടുവാഴുന്നു. തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും. ദശരഥ മഹാരാജാവിന്റെ പ്രേയസി, അദ്ദേഹത്തിന്റെ പത്നി, അത് കൗസല്യയാണ്. ആ കൗസല്യ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിലെ അതിഥിയായിരുന്നു. അവർ രണ്ടുപേരും കശ്യപനും അതിഥിയുമായിരുന്ന കാലത്ത് എന്നെ പുത്രനായി ലഭിക്കണം എന്ന് ആഗ്രഹിച്ച് തപസ് ചെയ്തു. ആ തപസ്സിന്റെ ഫലം അവർക്ക് നൽകുവാനുള്ളതായ സമയമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവരുടെ മകനായിട്ട് ഭൂമിയില് സൂര്യവംശത്തിൽ അയോധ്യയില് ഞാൻ അവതരിക്കാം. ഭഗവാൻ ഭൂമിയിലേക്ക് ലോകസംഗ്രഹാർത്ഥമായിട്ട് ഇറങ്ങി വരികയാണ്.